ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 145 സങ്കീർത്തനം 18 വാക്യം നമുക്ക് വായിക്കാം. 145 സങ്കീർത്തനം 18 വാക്യം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ദൈവത്തിൻ്റെ നീതി ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം, പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രാപിക്കാം. പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ ബോധിപ്പിക്കാം, നമ്മുടെ ആവലാധികൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരാം. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിക്കഴിഞ്ഞാൽ, നീതികേടുകൾ ദൈവം മായിച്ചു കഴിഞ്ഞാൽ, നീതിമാനം ദൈവം മുദ്രകുത്തി കഴിഞ്ഞാൽ, നീതി ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ദൈവനീതിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. ഓരോരോ ദൈനംദിന ആവശ്യങ്ങൾ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാകുന്നു. ആരുടെ അടുക്കലാണ് ദൈവം വരുന്നത്? 2 വ്യവസ്ഥകളുണ്ട് ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ. ഒന്ന്, സത്യമായി വിളിച്ചപേക്ഷിക്കുക, ദൈവം സമീപസ്ഥനാകും. 2, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആരുടെ അടുത്താണ് ദൈവം വരുന്നത്? ആർക്കാണ് ദൈവം സമീപസ്ഥനാകുന്നത്? 34 സങ്കീർത്തനം 18 വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയെങ്കിൽ ദൈവം അടുത്തു വരും. അരിഷ്ടതയും ഹൃദയ നുറുക്കവും മനത്തകർച്ചയും ഉണ്ടെങ്കിൽ ജീവനുള്ള ദൈവം നമ്മുടെ അടുത്തു വരും. തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ മനസ്സോടെ, പശ്ചാത്താപ ബോധത്തോടെ, അനുതാപ ചിന്തകളോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാൻ പറ്റുമെങ്കിൽ ദൈവം നമ്മുടെ അടുത്തേക്ക് വരും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. വിളിച്ചപേക്ഷിക്കുക, പ്രയർഫുൾ ലൈഫ്, പ്രയർഫുൾനെസ്, പ്രാർത്ഥനാ ജീവിതം. 4 സങ്കീർത്തനത്തിലെ ആദ്യത്തെ സുപ്രധാനമായ 2 ആശയങ്ങൾ നാം ചിന്തിച്ചു വരികയായിരുന്നു. 1 റൈച്ചസ്നെസ്, നീതീകരണം. 2 പ്രയർഫുൾനെസ്, പ്രാർത്ഥനാ ജീവിതം. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 3-ാം അധ്യായത്തിൽ പറയും. 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുകയാണ് 20-21 വാക്യത്തിൽ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ശക്തിയുള്ളവൻ. ഒന്നേ ചോദിച്ചുള്ളൂ, അവൻ തരുന്നത് 10. ദൈവത്തിന് സ്തോത്രം. കടം മാറ്റിത്തരണമേ എന്നേ ചോദിച്ചുള്ളൂ, അവൻ കടം ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാനുള്ള വകയും തരുന്നു. നിങ്ങൾ ചോദിക്കും, സാറേ ഇത് സത്യമാണോ? അങ്ങനെയൊക്കെ നടക്കുമോ? അതോ ഞങ്ങളെ വ്യാമോഹിപ്പിക്കുകയാണോ? അല്ല പ്രിയരെ, അല്ല. സത്യമായൊരു ദൈവം ജീവിക്കുന്നു. കുഞ്ഞെ, നീ ഇന്ന് കടത്തിൽ വലയുകയല്ലേ? കടഭാരത്തിൽ വീർപ്പൂട്ടുകയല്ലേ? നീ വ്യസനിച്ച് നീ നിരാശപ്പെട്ട് അഴലുകയല്ലേ? എന്താണ് എൻ്റെ കടം തീർക്കാൻ ഒരു പോംവഴിയെന്ന് നീ പലപ്പോഴും ചിന്തിച്ച് നെടുവീർപ്പെടാറില്ലേ? എന്നാൽ നിൻ്റെ ജീവിതം നീ ക്രിസ്തുവിനൊന്ന് കൊടുത്തു നോക്കൂ. നിൻ്റെ ജീവിതം സംശുദ്ധമാക്കുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തു നോക്കൂ. നീതീകരണം തരുന്ന ക്രിസ്തുവിനെ നീ ഒന്ന് വിളിച്ചു നോക്കൂ. നിൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ചു തരുന്ന ക്രിസ്തുവിനോട് പാവങ്ങൾ ഏറ്റുപറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. പാവമില്ലാത്ത ജീവിതം നീ ഒന്ന് തുടങ്ങൂ. മകളെ പറഞ്ഞു തരാം, മോനെ പറഞ്ഞു തരാം. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കടം തീർക്കുക മാത്രമല്ല, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ശക്തിയുള്ളവൻ. നിൻ്റെ കടം തീർക്കുക മാത്രമല്ല, അനേകർക്ക് കടം കൊടുക്കുവാൻ തക്കവണ്ണം നിന്നെ ഐശ്വര്യം കൊണ്ട് സമൃദ്ധമായി അനുഗ്രഹിക്കും. സ്വർഗത്തിലെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നവനാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ റോമൻ കാരാഗ്രഹത്തിൽ നിന്ന് യൂറോപ്പിലെ ഫിലിപ്പിയിലെ ദൈവമക്കൾക്കെഴുതുന്ന ലേഖനത്തിൽ ഒടുവിലത്തെ അധ്യായത്തിൽ പറയും, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യമാണ്.
എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് അതേ അധ്യായത്തിൽ തന്നെ 4-ാം വാക്യം മുതൽ എന്തു പറയും? അതെല്ലാം കാണാതെ പഠിക്കേണ്ട വാക്യങ്ങളാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ദൈവത്തിന് സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. എന്തോരാനന്ദസന്ദായകമായ തിരുവചനം, എന്തോരാശ്വാസദായകമായ തിരുവചനം. സഹോദരങ്ങളെ, ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയോടും യാതനകളോടും കൂടി അടുത്ത് വരുവീൻ. സ്തോത്രസ്വരത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുവീൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. എങ്ങനെ? പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരവരുളും ദൈവം. പ്രയർഫുൾനെസ്. ബഹിരാകാശ സഞ്ചാരിയായിരുന്നു ജോൺ ഗ്ലെൻ. നിങ്ങൾ കേട്ട് കാണും. നീൽ ആംസ്ട്രോങ്, ജോൺ ഗ്ലെൻ ഇവരൊക്കെയാണ് ബഹിരാകാശ സഞ്ചാരികൾ. ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയി കാലുകുത്തി. എന്നിട്ട് ചന്ദ്രനിൽ അവിടെ ആദ്യം കാലുകുത്തി ഉടനെ പറഞ്ഞു പ്രൈസ് ദ ലോർഡ്. ദൈവവിശ്വാസിയായിരുന്നു, ദൈവഭക്തനായിരുന്നു. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞു, ദൈവത്തിന് സ്തുതി പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു കൊടി നാട്ടി. ചന്ദ്രനിലൊരു കൊടി നാട്ടി, ജയക്കൊടി നാട്ടി. മനുഷ്യൻ, ഈ ഭൂമിയിലെ മനുഷ്യൻ അപ്പുറത്ത് ഔട്ടർ സ്പേസിൽ കടന്നുചെന്ന്, ബഹിരാകാശത്ത് കടന്നുചെന്ന് അവിടെ ചന്ദ്രൻ എന്ന ഉപഗ്രഹത്തിൽ ഒരു കൊടി നാട്ടി. ജോൺ ഗ്ലെൻ ഭക്തനായിരുന്നു, ബഹിരാകാശ സഞ്ചാരി, ഭക്തനായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നു. ജോൺ ഗ്ലെന്നോട് സ്നേഹിതന്മാർ ചോദിച്ചു, അങ്ങ് പറക്കുകയല്ലേ, അങ്ങ് ഔട്ടർ സ്പേസിലേക്ക് പോവുകയല്ലേ, ബഹിരാകാശത്തേക്ക് പോവുകയല്ലേ, എങ്ങനെയാ, നല്ല ദൈവ സാന്നിധ്യമുണ്ടോ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ജോൺ ഗ്ലെൻ പറഞ്ഞു, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നില്ല, എപ്പോഴും പ്രാർത്ഥനയാണ്. സ്തോത്രം. എപ്പോഴും പ്രാർത്ഥനയാണ്. ദൈവത്തോട് നിരന്തര സംസർഗത്തിലാണ്. വിത്ത് കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നിരന്തരം ദൈവത്തോട് സംസർഗത്തിലാണ്, നിരന്തരം ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. പ്രത്യേകിച്ച് ഈ യാത്രയിൽ അങ്ങനെ ഒരു പ്രത്യേക വിശേഷകാര്യം പ്രാർത്ഥിക്കാനില്ല. എപ്പോഴും ഞാൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിലാണ്. കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. നിരന്തരമായ ദൈവസംസർഗം, പ്രാർത്ഥനാ ജീവിതം. സഹോദരങ്ങളെ, ഭക്തന്മാർ, വിശുദ്ധന്മാർ, അതേ മഹത്തുക്കൾ, വിജ്ഞാനികൾ, അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഒരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. ഞാനത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. ഈ കൊച്ചൻ അവൻ്റെ ചെറുപ്രായത്തിൽ അപ്പൻ മരിച്ചുപോയി. അമ്മയാണ് അവനെ വളർത്തിയത്. പക്ഷേ അമ്മയും വിട്ടുപോയി. അമ്മ വേറെ വിവാഹം കഴിച്ചു. പിന്നെ അവനെ വളർത്തിയത് അപ്പൻ്റെ അമ്മയാണ്, ഗ്രാൻഡ് മദർ. ഈ കൊച്ചൻ അവനെന്നും കരയും. അപ്പനും പോയി, അമ്മയും പോയി. അവനെ വലിയ വാത്സല്യമായിരുന്നു. അപ്പനെ അത്ര കാര്യമായിരുന്നു. അപ്പനെ കാണാതിരിക്കാൻ വയ്യാത്തവനായിരുന്നു. അത്ര പെരിയ വാത്സല്യമായിരുന്നു. ഇവൻ എന്നും കരയുമ്പോൾ വല്യമ്മ പറഞ്ഞു കൊടുക്കും, മോനെ കരയണ്ട, നിനക്ക് അപ്പനുണ്ട്. സ്വർഗത്തിലെ ദൈവം നിൻ്റെ അപ്പനാണ്. മോൻ പറഞ്ഞോളൂ, ഗോഡ് ഈസ് മൈ ഫാദർ. നീ പേടിക്കണ്ട മോനെ, നീ ധൈര്യമായി പറഞ്ഞോളൂ, ദൈവം എൻ്റെ അപ്പനാണ്. ഗോഡ് ഈസ് മൈ ഫാദർ. ദൈവം എൻ്റെ അപ്പനാണെന്ന് ഈ കൊച്ചൻ പറഞ്ഞു വളർന്നു. ഭക്തനായി വളർന്നു, ദൈവവിശ്വാസിയായി വളർന്നു. 24-ാമത്തെ വയസ്സിൽ ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടനാണ് ഈ ബാലൻ വളർന്നു. 24-ാമത്തെ വയസ്സിൽ വിശ്വവിശ്രുതനായ ശാസ്ത്രജ്ഞനായി മാറി. ദൈവം എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞ് വളർന്നു. ദൈവമക്കളെ, ദൈവത്തോടുള്ള ബന്ധം, പ്രാർത്ഥനാ ബന്ധം. ഒരവസരത്തിൽ ഈ ഐസക് ന്യൂട്ടൻ്റെ അടുക്കൽ അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ചോദിച്ചു, അപ്പോഴേ ഇത്രയും പ്രായമായില്ലേ, ഒന്ന് കല്യാണം കഴിക്കണ്ടേ? അക്കാര്യം ഞാൻ മറന്നുപോയി. അല്പം ഹാസ്യാത്മകമായി തോന്നും.
ഐസക് ന്യൂട്ടൻ പറയുകയാണ്, അക്കാര്യം ഞാൻ മറന്നുപോയി. എന്തിയെ മറക്കാൻ കാര്യം എന്ത്? ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ ഭൗതികമായ കാര്യങ്ങൾ പലതും മറന്നുപോയി. ശാസ്ത്ര ബുദ്ധിയിൽ വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയിലും ത്വരയിലും ആവേശത്തിമിർപ്പിലും പല പല ജീവിത ആവശ്യങ്ങൾ പോലും മറന്നുപോയി. ദൈവഭക്തി ഉള്ളതുകൊണ്ട് വിവാഹം കഴിക്കണ്ട എന്നല്ല പറഞ്ഞത്. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. പ്രാർത്ഥനാ ജീവിതം, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ആരെല്ലാം പല കാര്യങ്ങളിൽ വിഷമിച്ച് കഴിയുന്നുണ്ട്, പല പ്രശ്നങ്ങളിൽ ഭാരപ്പെട്ട് കഴിയുന്നുണ്ട്, ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ വേദനപ്പെട്ട് കഴിയുന്നുണ്ട്, കുടുംബത്തിലെ അലോഹ്യങ്ങളിൽ മനസ്സ് ദുരിതപ്പെട്ട് കഴിയുന്നുണ്ട്, ഓരോരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഏറ്റുമുട്ടി തകർന്നുലഞ്ഞു വലയുന്നുണ്ട്. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ഓരോ പ്രശ്നവും നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. ഒരിക്കൽ ഹന്ന പറഞ്ഞു, ഹന്ന ദേവാലയത്തിൽ ചെന്ന് അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദേവാലയത്തിലിരിക്കുന്ന പുരോഹിതൻ അവളോട് പറഞ്ഞു, നിൻ്റെ വീഞ്ഞിൻ്റെ ലഹരി ഇറങ്ങട്ടെ, എന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി. വീഞ്ഞിൻ്റെ ലഹരി ഇറങ്ങട്ടെ. ഇവളുടെ ചുണ്ട് തെരുതെരെ ചലിക്കുന്നു, അവളുടെ ശരീരം പയ്യെ വിറയ്ക്കുന്നു, അവൾ എന്തെല്ലാമോ ചില ശബ്ദങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, വ്യക്തമായ അക്ഷരങ്ങളും വാക്കുകളും വരുന്നില്ല. പുരോഹിതൻ വിളിച്ചു പറഞ്ഞു, നിൻ്റെ വീഞ്ഞിൻ്റെ ലഹരി ഇറങ്ങട്ടെ, എന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി. രാവിലെ തന്നെ ദേവാലയത്തിൽ ലഹരി പിടിച്ച് വന്നിരിക്കുന്നു. പുരോഹിതൻ അവളെ ശാസിച്ചു. അവൾ പറഞ്ഞു, അയ്യോ യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകത്രേ ചെയ്തത്. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്കത് കാണാം. അയ്യോ യജമാനെ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. അയ്യോ യജമാനെ, എന്നൊരു നീച സ്ത്രീയായി കരുതരുതേ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകത്രേ ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. സ്നേഹിതരെ, നിങ്ങൾ ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനമെടുക്കൂ. ഇനി ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയും. ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയം പകരും. പ്രാർത്ഥനാ വീരനാകും. പ്രാർത്ഥനയിൽ സമർത്ഥമായ അനുഭവങ്ങൾ നേടിയെടുക്കും. പ്രാർത്ഥനയിൽ കൂടി അനുഗ്രഹങ്ങൾ നേടിയെടുക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജോൺ മിൽട്ടനെ കുറിച്ച്? നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. ജോൺ മിൽട്ടൺ ചെറുപ്പത്തിലെ ഒരാഗ്രഹം, എനിക്ക് കവിത എഴുതണം ഒരാഗ്രഹം. ആഗ്രഹം ഇങ്ങനെ മുട്ടിട്ട് വരികയാണ്. 42-ാമത്തെ വയസ്സിൽ ജോൺ മിൽട്ടൺ കണ്ണുകാഴ്ചയില്ലാത്തവനായി. ഭക്തനാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, കണ്ണുകാഴ്ചയില്ലാത്തവനായി. വലിയ നിരാശയായി. അയ്യോ, എനിക്ക് കവിത എഴുതാൻ പറ്റില്ലല്ലോ, എനിക്ക് കവിത എഴുതാനുള്ള ആഗ്രഹം അത് നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി കവിത എഴുതാൻ പറ്റില്ലല്ലോ. സങ്കടപ്പെട്ടു, നിരാശപ്പെട്ടു. പക്ഷേ പ്രാർത്ഥന കുറച്ചില്ല, പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തൊരു കവിത എഴുതിച്ചു, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. എന്താണ്? ഈ അന്ധതയെക്കുറിച്ച് എന്നാണ് കവിതയുടെ പേര് തന്നെ, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. അതാണ് ജോൺ മിൽട്ടൻ്റെ ആദ്യത്തെ കവിത. ഇതെഴുതി കഴിഞ്ഞു. അപ്പോൾ ഒരാശയായി, ഒരു പ്രതീക്ഷയായി. പ്രതീക്ഷ പിന്നെയും വളർന്നു. പിന്നെയും പറഞ്ഞു കൊടുത്ത് എഴുതിച്ചു. 2 വിശ്വോത്തര മഹാകാവ്യങ്ങൾ എഴുതി, 2 വിശ്വ ഇതിഹാസങ്ങൾ. പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ്. പറുദീസ നഷ്ടം, പറുദീസ തിരികെ കിട്ടി. 2 മഹാകാവ്യങ്ങൾ, 2 ഇതിഹാസങ്ങൾ, വിശ്വോത്തര കാവ്യങ്ങൾ, ലോക ഇതിഹാസങ്ങൾ, ലോകത്തിൻ്റെ ക്ലാസിക്കുകൾ, ലോകത്തിൻ്റെ എപ്പിക്കുകൾ. സഹോദരങ്ങളെ, ഈ വിശ്വവിശാലമായ സാഹിത്യത്തിൻ്റെ സമുന്നത ശ്രേണികളെ പുൽകാൻ ജോൺ മിൽട്ടന് കഴിഞ്ഞത് എങ്ങനെയാണ്? പ്രാർത്ഥനാ ജീവിതം, ദൈവത്തോടുള്ള ബന്ധത്തിൽ. അന്ധനാണ്. എന്തിന് ദൈവം എനിക്ക് അന്ധത വരുത്തിയെന്ന് ചോദ്യം വന്നില്ല, പരിഭവം വന്നില്ല, പിറുവിറുപ്പ് വന്നില്ല, നിരാശ വന്നില്ല. പക്ഷേ അത്യുത്സാഹത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജോൺ മിൽട്ടന് കൃപ കൊടുത്തു, നൽവരം കൊടുത്തു, അനുഗ്രഹം കൊടുത്തു, സിദ്ധി കൊടുത്തു, കവന സൗകുമാര്യം കൊടുത്തു. സുന്ദരമായ കാവ്യപ്രസൂനം ഇതാ കാവ്യ തല്ലജമായി ഉരുത്തിരിഞ്ഞു വന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായോ? പ്രാർത്ഥന കൊണ്ട് വൻകാര്യങ്ങൾ നേടാം. പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാം. പ്രാർത്ഥനാ ജീവിതം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബീഥോവൻ, അദ്ദേഹം കണ്ണുകാഴ്ചയുണ്ട്, പക്ഷേ ചെവി കേൾക്കില്ല. ബധിരനാണെന്ന് പറയും. ബധിരൻ, ചെവി കേൾക്കില്ല. പക്ഷേ അദ്ദേഹം സുന്ദരമായി ഗാനങ്ങൾ ആലപിക്കാൻ തുടങ്ങി, ഗാനങ്ങൾ എഴുതാൻ തുടങ്ങി. ഗാനങ്ങൾ എഴുതും, ഗാനങ്ങൾ ആലപിക്കും. വിശ്വോത്തര സംഗീതജ്ഞനായ ബീഥോവൻ
ബധിരനായിരുന്നു. ബീഥോവനെക്കുറിച്ച് സംഗീത സമ്രാട്ടുകൾക്കെല്ലാം അറിയാം. സംഗീതത്തിൻ്റെ ലോകത്ത് വിശ്വവിശ്രുതനായ ബീഥോവൻ, അദ്ദേഹം ബധിരനായിരുന്നു, കേൾവിയില്ലാത്തവനായിരുന്നു. പക്ഷേ പ്രാർത്ഥന കൊണ്ട് കേൾവിയുടെ ആ ഇല്ലായ്മയുടെ പ്രയാസം മാറ്റിയെടുത്ത് വിശ്വവിശ്രുതനായി മാറി. പ്രാർത്ഥന കൊണ്ട് വൻ കാര്യങ്ങൾ നേടാം. നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടിന്മേലിരിക്കട്ടെ. ആത്മീയം എന്നെ പഠിപ്പിച്ച ഒരു പരിശുദ്ധ പിതാവ് എനിക്ക് പറഞ്ഞു തന്നു, കാൽമുട്ടുകൾ പൊട്ടട്ടെ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തുതി. മുട്ട് പൊട്ടട്ടെ എന്ന്, മുട്ടുമേലിരുന്ന് മുട്ടങ്ങ് പൊട്ടട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു തന്ന വാക്ക് മുട്ട് പൊട്ടട്ടെ എന്നാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വാക്ക് ഓർക്കും. എൻ്റെ കർത്താവേ, പ്രാർത്ഥനയിൽ നിരതനായിരിക്കാൻ, പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ, വചനം പറയുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ കഴിയാൻ സാധിക്കുന്നതൊരു മഹാഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരായ ആരെല്ലാം ഉണ്ട്, നിങ്ങൾ ദൈവസന്നിധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കണം. ദൈവസന്നിധിയിൽ മുട്ടിന്മേലിരുന്ന് ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ, തിരുവചനങ്ങൾ നിങ്ങൾ നേടിയെടുക്കണം. ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിർണയിക്കുന്നതായ സ്വർഗീയമായ അരുളപ്പാടുകൾ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ നേരിട്ട് പ്രാപിച്ചിട്ട് ജനത്തിന് കൊടുക്കണം. ജീവനുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കാൻ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിന്ന് നേരിട്ട് വാങ്ങണം. പ്രാർത്ഥനയിലാണത് കിട്ടുന്നത്. പ്രാർത്ഥനാ ജീവിതം. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരവരുളയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഞാൻ വിളിക്കുമ്പോൾ ഉത്തരവരുളയണമേ. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരവരുളയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. പ്രാർത്ഥനാ ജീവിതം, പ്രയർഫുൾനെസ്. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനാവീരനായിരുന്നു. സ്തേഫാനോസ് കല്ലേറുകൊണ്ട് പൊളയുമ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കൊണ്ട് വൻ കാര്യങ്ങൾ നടക്കും. When a believer is seen on his knees, Satan trembles. ഒരു വിശ്വാസിയെ മുട്ടിന്മേൽ കാണുമ്പോൾ സാത്താൻ വിറയ്ക്കും. The Satan trembles when he sees a believer on his knees. സാത്താൻ വിറയ്ക്കും. എപ്പോൾ? ഒരു വിശ്വാസി മുട്ടിന്മേൽ നിൽക്കുമ്പോൾ. നാം സുവിശേഷം പ്രസംഗിച്ചെന്നുള്ളതുകൊണ്ട് സാത്താൻ വിറയ്ക്കണമെന്നില്ല. നാം സുവിശേഷത്തിന് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടോ പണം മുടക്കിയതുകൊണ്ടോ ദൈവവേലയ്ക്ക് വേണ്ടി കാണിക്കിട്ടതുകൊണ്ടോ സാത്താൻ വിറയ്ക്കണമെന്നില്ല. എല്ലാം നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് സാത്താന് പേടിയില്ല. സാത്താന് പേടിയുണ്ട്. ഒരു വിശ്വാസി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവൻ വിറച്ചു തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനാ ജീവിതം സഹോദരങ്ങളെ, പ്രയർഫുൾനെസ്. ദാവീദ് പ്രാർത്ഥനാവീരനായി. ദാവീദ് പ്രാർത്ഥന കൊണ്ട് വൻ കാര്യങ്ങൾ നേടിയെടുത്തു. പാപത്തിൻ്റെ കറകൾ മായിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവം പാപം ക്ഷമിച്ചു തന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റി. ദാവീദിൻ്റെ ജീവിതത്തിൽ കേടുകളും കെടുതികളും വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാവീദിന് മരണഭയം വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാവീദിനെ ശൗൽ വേട്ടയാടിയപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാവീദിനെ ഫെലിസ്ത്യർ വേട്ടയാടിയപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാവീദ് ഗോലിയാത്തിന് നേരെ പോകാൻ നേരത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാവീദ് അബ്ശാലോമിന് ഭയം ഓടിയപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാവീദ് ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിട്ടപ്പോഴെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ചു. പ്രാർത്ഥനയിൽ വീര്യം പ്രാപിക്കാം, പ്രാർത്ഥനയിൽ ബലം പ്രാപിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം പറയും, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും, എന്നാൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, ശക്തി പുതുക്കി കിട്ടും. കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാനിത് പറയാൻ എന്താണ് യോഗ്യത എനിക്ക്? കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ആവേശത്തിമുറിപ്പിൽ ഓടി നടക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള സമയം ചിലപ്പോൾ പോകാറുണ്ടല്ലോ. കർത്താവെ ക്ഷമിക്കണമേ. ഞാനിപ്പോൾ ദൈവത്തോട് യാചിക്കട്ടെ. കർത്താവെ, എൻ്റെ പ്രാർത്ഥനാ സമയം കുറഞ്ഞു പോയതിനോട് ക്ഷമിക്കണമേ. ദൈവമേ, ജോലിയുടെ വ്യഗ്രതയിലും കർത്താവെ നിൻ്റെ വേലയുടെ തീഷ്ണതയിലും ഓടി നടന്നു, പ്രാർത്ഥനയുടെ സമയം കുറഞ്ഞുപോയി, എന്നോട് പൊറുക്കണമേ. സ്നേഹിതരെ, നിങ്ങൾ ഇപ്പോൾ ദൈവത്തോട് പറയുമോ, ഞാനൊരു പുതിയ പ്രതിഷ്ഠ എടുക്കുന്നു കർത്താവേ, ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥനയുടെ സമയം മുടക്കുകയില്ല. കർത്താവേ, എൻ്റെ പ്രാർത്ഥനാ സമയം ഞാൻ ഇനിയും മറ്റു കാര്യങ്ങൾക്ക് മാറ്റിവെക്കുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാനും എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കാനും എൻ്റെ ദൈവത്തെ സ്തുതിക്കാനും ഞാൻ വേറിട്ടിരിക്കുന്ന സമയം ഇനി ഞാൻ കുറച്ച് കളയുകയില്ല. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വലഞ്ഞപ്പോഴെല്ലാം നീ എനിക്ക് സഹായം തന്നവനാണ്. ഞാൻ ഇളകിപ്പോയപ്പോഴെല്ലാം നീ എന്നെ ഉറപ്പിച്ച് നിർത്തിയവനാണ്. ഞാൻ ആടി ഒലഞ്ഞു പോയപ്പോൾ നീ എന്നെ കാത്തവനാണ്. ഞാൻ ആകുലപ്പെട്ടു പോയപ്പോൾ നീ എനിക്ക് ബലം തന്നവനാണ്.
കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിഷമിച്ച സന്ദർഭങ്ങളിലെല്ലാം നീ എന്നെ താങ്ങുകയും എന്നെ തലോടുകയും ചെയ്തതാണ്. നാഥ, ഇന്നും ഞാനിതാ നിൻ്റെ അരികിലേക്ക് വരുന്നു. വീണ്ടും ഒരു പുതിയ പ്രതിഷ്ഠ എടുക്കുന്നു. ഇന്നിതാ ഈ പുതിയ ദിവസം ഇപ്പോൾ തന്നെ ഞാൻ നിന്നോടൊരു വാക്ക് പറയുന്നു. എൻ്റെ പ്രാർത്ഥനാ സമയം ഞാൻ ദീർഘിപ്പിക്കും, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ സമയത്ത് അന്യ ചിന്തകൾ വരാൻ ഞാൻ ഇട കൊടുക്കുകയില്ല. മറ്റ് കാര്യങ്ങൾ ആലോചിക്കാൻ ഞാൻ സമയം കൊടുക്കുകയില്ല. ഇനി പ്രാർത്ഥനാ സമയം മുഴുവനായി എൻ്റെ കർത്താവിനായി ഞാൻ വേർതിരിച്ച് കുരിശിലേക്ക് നോക്കിക്കൊണ്ട്, കുരിശിൽ പിടയുന്ന എൻ്റെ നാഥനെ കണ്ടുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന നാഥൻ്റെ പാദത്തിൽ അർപ്പണം ചെയ്തുകൊണ്ട്, എൻ്റെ കണ്ണുനീർ തോർത്ത് തരുന്ന കരങ്ങളെ കണ്ടുകൊണ്ട്, ആ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് എൻ്റെ ഭാവി ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്കിപ്പോൾ തീരുമാനങ്ങൾ എടുക്കാം. നിങ്ങൾക്ക് ദൈവത്തോട് വാക്ക് പറയാം. നിങ്ങൾക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് ഒരു പുതിയ പ്രതിഷ്ഠ നിങ്ങൾക്കെടുക്കാം. ഒരു പുതിയ ഉടമ്പടി നിങ്ങൾക്കെടുക്കാം. പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ നേടിയെടുക്കാം. കരുണയുള്ള കർത്താവ് നിങ്ങളെ ഇതാ തലോടുവാൻ കരം നീട്ടുന്നുണ്ട്. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവത്തിന് മനസ്സാണ്. മകനെ, നിൻ്റെ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ തൻ്റെ തങ്കച്ചോരയാൽ കഴുകാൻ യേശുവിന് തിരുമനസ്സാണ്. മകളെ, നിൻ്റെ അസംഖ്യമായ പാപങ്ങൾ, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ പാപങ്ങൾ അതുപോലെ കഴുകിത്തരാൻ എൻ്റെ നാഥന് മനസ്സാണ്. യേശുവിന് നിന്നെ അനുഗ്രഹിപ്പാൻ മനസ്സാണ്. ഇപ്പോൾ നിന്നെ തലോടാൻ യേശുവിന് താല്പര്യമാണ്. അവൻ്റെ കരം നിൻ്റെ മേൽ വയ്ക്കുവാൻ യേശു ഇതാ കരം നീട്ടിയിട്ടുണ്ട്. ആ ആണിപ്പാടുള്ള കരത്തിലേക്ക് കുഞ്ഞേ നീ നിൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കൂ. മോളെ, നിൻ്റെ ജീവിതം യേശുവിന് കൊടുക്കൂ. യേശു നിന്നെയും തലോടട്ടെ. യേശു നിന്നെയും തഴുകട്ടെ. യേശു നിന്നെ ആലിംഗനം ചെയ്യട്ടെ. യേശു നിന്നെ മാറോടണയ്ക്കട്ടെ. യേശു നിന്നെ തിരുവിലാവിൽ ഒളിപ്പിക്കട്ടെ. ആ തങ്ക തിരുവിലാവിൽ നിനക്ക് ഒളിവിടം തരട്ടെ. യേശു നിനക്ക് സങ്കേതമായി വരട്ടെ. യേശു നിന്റെ രോഗത്തിന് സൗഖ്യം തരട്ടെ. യേശു നിന്റെ തീരാ രോഗങ്ങൾ മാറ്റട്ടെ. യേശു നിന്റെ മാറാവ്യാധികൾക്ക് ശമനം തരട്ടെ. യേശു നിന്റെ കുടുംബത്തിലേക്ക് സമാധാനം അയക്കട്ടെ. യേശു നിന്റെ ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും തേൻതുള്ളികൾ പൊഴിച്ചു തരട്ടെ. യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. യേശു നിനക്ക് ശോഭനമായ ഭാവി തരട്ടെ. നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം തരട്ടെ. അനുഗ്രഹത്തിന്റെ നിറവിലേക്ക് നയിക്കട്ടെ. ആനന്ദ ഐശ്വര്യം എഴുന്ന മാസാബ്ദങ്ങളെ ദൈവം നിനക്ക് നൽകട്ടെ. ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷിയാകാൻ പുതിയ പ്രകാശം നിനക്ക് തരട്ടെ. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വിശുദ്ധ സന്തതിയാകാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സമർപ്പിക്കുവീൻ, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, ഈ അതിമനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവരെ കൃപയിൽ നിറയ്ക്കണമേ. സ്വർഗീയ ശക്തി പകരണമേ. ആത്മാവിന്റെ കൃപയിൽ എല്ലാവരെയും പൊതിയണമേ. നാഥാ, സ്വർഗീയ പ്രകാശത്തിൽ എല്ലാവരെയും പ്രശോഭിപ്പിക്കണമേ. പാപക്കറകൾ കഴുകണമേ. ദുരാത്മബാധകൾ മാറ്റണമേ. പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ. എരിഹോ കോട്ടകൾ തകർക്കണമേ. കർത്താവേ, ഭൂതബാധകൾ മാറ്റണമേ. കുടുംബസമാധാനം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.